ഒരക്ഷരം കുറവോ ഒരക്ഷരം കൂടുതലോ ഇല്ല. ഖുർആനിൽ ഒരക്ഷരം കുറവോ ഒരക്ഷരം കൂടുതലോ ഇല്ല. പിന്നെ നമുക്ക് തിരിയാൻ വേണ്ടി മഹാന്മാർ ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് കൃത്യമായിട്ട് ആശയങ്ങൾ ധ്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു ചെറിയ അക്ഷരം കൂട്ടിക്കൊടുക്കലും ചെറിയ ഒരക്ഷരം ഉള്ളത് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാനൊക്കെ പറയുന്നത് നമുക്ക് തിരിയാൻ. അതേസമയം അതൊന്നും മാറ്റിവെക്കാതെ തന്നെ വിഷയത്തിന്റെ അർത്ഥം പൂർണ്ണമാണ്. കാരണം അള്ളാഹു പറയുന്നത് മവാഖിഉൻ നുജൂം കൊണ്ടൊന്നും ഞാൻ സത്യം ചെയ്യുന്നില്ല. കാരണം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. അതുകൊണ്ടൊക്കെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ്, അതൊരു മഹാസംഭവമാണ്. നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയുമെങ്കിൽ ആ സത്യം ചെയ്യുന്നതൊരു മഹാസംഭവമാണ്. നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയുമെങ്കിൽ. പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ച് സത്യം ചെയ്യേണ്ട കേസല്ല. കാരണം ഇവിടെ പറയാൻ പോകുന്നത് ഒരാൾക്ക് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ല. വളരെ ലളിതമായ ഒരു കാര്യം, വളരെ ലളിതമായ ഒരു കാര്യം. ആ ലളിതമായ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. നക്ഷത്രങ്ങളുടെ അസ്തമാന സ്ഥാനങ്ങൾ പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അതൊരു മഹാസത്യമാണ്, ഒരു വലിയ സംഭവമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായിട്ടും ഇത് നേരെ ചൊവ്വയുള്ള സത്യം മാത്രം വിളംബരം ചെയ്യുന്ന, മാന്യമായ ആശയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന, ഒരുപാട് ആയിരക്കണക്കിന് ചുണ്ടുകളിലൂടെ, കോടിക്കണക്കിന് മുസൽമാന്റെ ചുണ്ടുകളിലൂടെ പാരായണം ചെയ്യുന്ന ഒരു മഹാഗ്രന്ഥമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. അപ്പൊ സംഗതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അർത്ഥത്തിൽ അത് സത്യം ചെയ്യുന്നത് പോലെയാണ് അതിന്റെ ധ്വനി. സത്യം ചെയ്ത് പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല, സംഗതി പെട്ടെന്ന് ബോധ്യപ്പെടുന്നതാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായിട്ടും ഇത് വിശുദ്ധ ഖുർആനാണ്. ഈ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനാണ്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇവിടെ മവാഖിഉൻ നുജൂം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ പവർ. നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ എന്താണ്? ഈ നക്ഷത്രങ്ങൾ ചെന്ന് വീഴുന്ന സ്ഥലം എന്താണ്? അത് പിടിച്ച് സത്യം ചെയ്യാൻ കാരണം ജനങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത വലിയ വലിയ കാര്യങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറുത് പറഞ്ഞാലും വലുത് പറഞ്ഞാലും ജനങ്ങൾക്കത് പൂർണ്ണമായും നിഗൂഢമാണ്. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് വിവരം ഉണ്ടാവുന്നല്ലാതെ സംഗതിയൊക്കെ ശരിയാണ്. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൂർണ്ണമായ ജ്ഞാനമുള്ളത് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഇന്നലെ നമ്മൾ പറഞ്ഞു, സൃഷ്ടികളുടെ ഉള്ളറിയുന്നവൻ, തന്റെ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ കഥയും അറിയുന്നവൻ, അത് അതിന്റെ സ്രഷ്ടാവ് മാത്രമാണ്. അവന് മാത്രമേ അത് പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയൂ, അറിയൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു ചിലപ്പോൾ ഉദാഹരണം പറയുന്നത്, അള്ളാഹു പിടിച്ച് സത്യം ചെയ്യുന്നതും ഉദാഹരിക്കുന്നതുമൊക്കെ ഒരു ഈച്ചയെ ആയിരിക്കാം, ബഅൂലത്തായിരിക്കാം. മസലമ്മ ബഅൂലത്തിനൊരു കൊതുവായിരിക്കാം ചിലപ്പോ. എന്തേ കാരണം? ആ കൊതുകിലിരിക്കുന്നത് എന്താണെന്ന് മനുഷ്യർക്ക് പലപ്പോഴും അറിയില്ല. മനുഷ്യർക്ക് അറിയുന്നതിന്റെ അപ്പുറത്ത് ആ കൊതുകിനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനറിയാം. അതുകൊണ്ട് കൊതുകിനെ പിടിച്ച് സത്യം ചെയ്താലും അത് അസ്ഥാനത്തല്ല, അതൊരു മഹാസംഭവം തന്നെയായിരിക്കും. ഇനി വലിയ വലിയ അങ്ങോട്ട് കയറി ഗോളങ്ങളെ കുറിച്ച് അല്ലാഹു തആല പ്രതിപാദിക്കുമ്പം അത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം പലപ്പോഴും നമ്മുടെ നിഗമനങ്ങളൊക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. നിഗമനങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ തന്നെ കുറെ പഠിക്കണം, ഗവേഷണം നടത്തണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം പടച്ച റബ്ബിന്റെ അടുത്തുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം അള്ളാഹുവിന് ശരിക്കറിയുന്നവനാണല്ലോ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് പടച്ച റബ്ബ് ഏതു പിടിച്ചു സത്യം ചെയ്താലും അതൊരു മഹാസംഭവമാണ്. അതുകൊണ്ട് കൃത്യമായി ഒരിക്കലും പിഴക്കാതെ ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, ആ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളിൽ കൃത്യമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ദൃഷ്ടാന്തമുള്ളത് കൊണ്ടാണ് അല്ലാഹു അത് പിടിച്ച് സത്യം ചെയ്യുന്നത്.
ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത, ഇതിനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിലൊക്കെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് ഇവിടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിലോ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. ആ അർദ്ധരാത്രിയെ പിടിച്ച് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയങ്ങൾ സാക്ഷിയാണ്, സ്ഥലങ്ങളല്ല സമയങ്ങൾ സാക്ഷിയാണ്. എന്തുകൊണ്ട്? അള്ളാഹു ആ സമയം തന്നെ സത്യത്തിനെടുത്തു. ദുഹാ സമയം അള്ളാഹു സത്യത്തിനെടുക്കാൻ കാരണം ദുഹാ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ദുഹാ നിസ്കരിക്കുന്ന സമയമാണ്, ഒരുപാട് ആളുകൾ ഇബാദത്തുകളിൽ ഒഴുകുന്ന സമയമാണ്. അതേ രൂപത്തിൽ അല്ലാഹു തആല തഹജ്ജുദിന് വേണ്ടി ജനങ്ങളെ എഴുന്നേൽക്കുന്ന സമയമാണ്. അപ്പൊ അല്ലാഹു തആല അത് പിടിച്ച് സത്യം ചെയ്യുന്നു. ഔലി അന്നദാലിക വഖ്തു ഖിയാമിൽ മുതഹജ്ജിദീൻ വൽ മുബ്തഹിരീന ഇലൈഹി തആല. അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങുന്ന കക്ഷി, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അവരൊക്കെ എഴുന്നേൽക്കുന്ന സമയം. മാത്രമല്ല അർദ്ധരാത്രിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങും എന്ന് പ്രത്യേകം പറഞ്ഞതുമാണല്ലോ, ഹദീസുകളിലൊക്കെ ഉള്ളതാണല്ലോ. വഅവാനു നുസൂലിർ റഹ്മ, കാരുണ്യം ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ആ നിലക്കൊക്കെയാണ് ഈ സമയത്തെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ട്, വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ചില മഹാന്മാർ പറഞ്ഞു നുജൂം എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഘട്ടങ്ങൾ അവതരിച്ച സമയം സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ഇറങ്ങിയ സമയം സാക്ഷിയാണ്. അവതരണ ഘട്ടങ്ങൾ, അവതരണ സമയങ്ങൾ അത് സാക്ഷിയാണ്. എല്ലാറ്റിനും അപ്പുറത്ത് ഇമാം ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന്റെ പുറമെ മഹാനവറുകൾ പറഞ്ഞു ഇതിന്റെ അർത്ഥം ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന് പറഞ്ഞാൽ മഹാന്മാർ അന്തിയുറങ്ങുന്ന മഖ്ബറകൾ സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാർ അന്തിയുറങ്ങുന്ന മഖ്ബറകൾ സാക്ഷിയാണ്. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അൻ-നുജൂമു അസ്സഹാബത്തു വൽ ഉലമാ അൽഹാദൂന ബഅദഹും. സഹാബത്തിന് ശേഷം വന്ന സജ്ജനങ്ങളായ നേർമാർഗത്തിലേക്ക് ജനങ്ങളെ നയിച്ച ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരൊക്കെയാണ് നുജൂം എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അപ്പൊ നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലം. മവാഖിഉ കൊണ്ട് ഉദ്ദേശം ഖുബൂറുഹും, അവരുടെ മഖ്ബറകളാണ്. മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. ആ അർത്ഥവും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. അതൊരു വലിയ സംഭവമാണല്ലോ, യാതൊരു സംശയവും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് അതിലില്ല. മഹാന്മാരുടെ മഖ്ബറ, അവിടെ പോകുക, അവിടെ ചെല്ലുക, അവിടെ നിന്നൊക്കെ ലഭിക്കുക, അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ യാത്രയാണല്ലോ ഇസ്രാ മിറാജ്. ആ ഇസ്രാ മിറാജിന്റെ അന്ന്, ഇസ്രാഇന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം